എൻ്റെ ഒരു പൊക്കം പലപ്പോഴും തടസ്സമായിട്ടുണ്ട് പല കാര്യങ്ങളും. പൊക്കം എന്ന് പറയുമ്പോൾ അന്ന് ഞാൻ നല്ല മെല്ലിച്ചിട്ടാണ്. പക്ഷെ പൊക്കം എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ആ ശബ്ദത്തിനൊരു ഗാംഭീര്യം, കാരണം രാജുവേട്ടനൊക്കെ ഭയങ്കര ബാസിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പൊക്കം എന്ന് പറയുമ്പോൾ തന്നെ അത് ശബ്ദ ഗാംഭീര്യം വേണമെന്ന് പറഞ്ഞിട്ട് പലരും എടുത്തത് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് വളരെ സ്ട്രിക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത എന്നേക്കാൾ ജിജോ സാറ്, അതുപോലെ തമ്പി കണ്ണന്താനം, ഭൂമിയിലെ രാജാക്കന്മാർ വന്നപ്പോഴത്തേക്കും പറഞ്ഞു ഇല്ല അവൻ തന്നെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറോ ഡിസ്ട്രിബ്യൂട്ടറോ ആരോ പറഞ്ഞു ഇല്ല അത് ചിലപ്പം ഈ ശബ്ദം വെച്ച് ചിലപ്പം സിനിമയെ അത് ബാധിക്കും. പ്രൊഡ്യൂസർ ഞാനാണ്, ഞാൻ സഹിച്ചു എന്ന് തമ്പിച്ചാൻ പറഞ്ഞിട്ടാണ് അതിനകത്തത് ഹോൾഡ് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞും 20-ാം നൂറ്റാണ്ട് വന്നപ്പോൾ വേറെ ആളെ വെച്ച് ഡബ് ചെയ്യിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ അവിടെ ഞാനൊരു തീരുമാനമെടുത്തു. അങ്ങനെ ഞാൻ പോയി മണിസാറിനെ കണ്ടിട്ട് പറഞ്ഞു ഞാൻ ടിക്കറ്റ് എടുത്തോളാം, ഞാൻ മദ്രാസിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തോളാം, തിരിച്ചുള്ള ടിക്കറ്റും എടുത്തോളാം, ഞാൻ അവിടുത്തെ റൂമും ഞാൻ സ്വന്തമായിട്ട് എടുത്തോളാം, എന്നെ കൊണ്ടൊന്ന് ശ്രമിച്ചു നോക്കണം, കൊള്ളില്ലെങ്കിൽ കളഞ്ഞു പറഞ്ഞു. അങ്ങനെ അവിടെ പോയിരുന്നു. അതാണ് ഭാഗ്യലക്ഷ്മി ചില ഇന്റർവ്യൂസിലൊക്കെ ഇരുന്ന് പറഞ്ഞ് ഇങ്ങനെ വലിച്ച് തള്ളുകയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വലിക്കുന്ന ഒരു ഘട്ടമായതുകൊണ്ട് എന്നെ അധികം ബാധിച്ചിട്ടില്ല. പക്ഷെ ഭയങ്കരമായിട്ട് ചുമ വന്നു. പിന്നെ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തുപ്പി തുപ്പി നടക്കുമായിരുന്നു. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും ആ പ്രശ്നമുണ്ട്. അത് എന്താണ് ഈ പിന്നെ റീഹാബിലിറ്റേഷൻ സെന്ററിലൊക്കെ കൊണ്ടുപോയിട്ട് അത് വരുന്ന അങ്ങനെയൊക്കെ ചില അതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സ്മോക്ക് ഇഷ്ടമല്ല, ഇപ്പം സ്മെല്ല് ഇഷ്ടമല്ല. അപ്പോൾ സിഗരറ്റ് വലിച്ചു തള്ളിയാണ് ഈ ശേഖരൻകുട്ടിയെ ഞാൻ ഡബ് ചെയ്ത് പഠിപ്പിക്കുന്നത്. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് നമ്മൾ വളരെ യോഗ്യമായി അമിതമായി സ്ട്രഗിൾ ചെയ്താൽ നമ്മുടെ ആ സ്ട്രഗിളിനുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നതാണ് ഈശ്വരൻ തരുന്ന പാതി. എക്സാക്ട്ലി. അപ്പൊ ഞാൻ അങ്ങനെ എൻ്റെ നെഞ്ചു പൊട്ടി ഞാൻ കരയുകയാണ്. പക്ഷെ കണ്ണീരൊന്നും വരുന്നില്ല. അയ്യോ ഇത് ഞാൻ വിടരുത്, ഇത് വിട്ടാ പോയി എന്ന് പറയുന്ന എൻ്റെ ഒരു ആർത്തി ഉണ്ടായിരുന്നു. രാവിലെ ഏതാണ്ട് 11 മണിക്ക് അപ്പം ഞാൻ തിയേറ്ററിലോട്ട് ഇങ്ങനെ മണിസാറുമായിട്ട് കാറിൽ ചെല്ലുമ്പം ഡബ് ചെയ്യാൻ വന്ന ആള് തല്ല് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പുള്ളി ഒരു വശത്തൂടെ സൈക്കിളിൽ കൂടെ എതിർവശത്തോട്ട് ഇറങ്ങി പോകുന്നതും കാണുന്നുണ്ട്. അപ്പം മണിസാർ പറഞ്ഞു നിന്റെ ശബ്ദം കൊടുക്കാൻ വന്ന ആളാ കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് മധുചേട്ടൻ വേറെ ആരോ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം കയറ്. പിന്നെ മധുചേട്ടനും എൻ്റെ കൂടെ ആഞ്ഞു പിടിച്ചു നിന്ന് പിറ്റേ ദിവസം വെളുപ്പിന് ഏതാണ്ട് 6:30 മണിക്കാണ് എൻ്റെ ഡബിങ് തീരുന്നത്. ഡബിങ് മുഴുവൻ കഴിഞ്ഞിട്ട് ഇത് ഓക്കെ ആവുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ ആ തിയേറ്ററിൽ നിന്ന് ഒരുപാട് കരഞ്ഞു. അപ്പോൾ ഇതാണ് എനിക്ക് ബൈബിളിലെ ഒരു വാചകമാണ് ഓർമ്മ വരുന്നത്. നിന്ദിക്കപ്പെടുന്ന കല്ല് തൂണിന് ആണിക്കല്ലാവും, തലക്കല്ലാവും എന്ന് പറയും. അത് കഴിഞ്ഞ് എൻ്റെ ശബ്ദത്തിന് കിട്ടിയ ഒരു മൂല്യം എന്ന് പറയുന്നത് തമ്പുരാൻ്റെ മലയാളം കേട്ടിട്ടുള്ള ഏറ്റവും അധികം മാസ്കുലിൻ ഡയലോഗ്